നമസ്കാരം. പ്രകൃതി ഭംഗി കൊണ്ട് എത്രമേൽ ആകർഷകമാണോ അത്രമേൽ തന്നെ അപകടം പതിയിരിക്കുന്നതാണ് വാൽപ്പാറയിലേക്കുള്ള വനപാത. 60 കിലോമീറ്ററോളം നീളുന്ന ഈ പാതയിലെ 40 ഹെയർപിൻ വളവുകളിൽ ഒന്ന് പിഴച്ചാൽ ആഴമേറിയ ഗർത്തങ്ങളിലേക്കാണ് വാഹനം പതിക്കുക. അതീവ ജാഗ്രതയോടെ അല്ലാതെ ഈ ചുരം പാതയിലൂടെ വാഹനം ഓടിക്കുക അസാധ്യമാണ്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ ഈ പാത മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ അധ്യാപകർക്കും കുടുംബാംഗങ്ങൾക്കും മരണക്കെണിയായി മാറുകയായിരുന്നു. ലോറിയും ബസ്സും പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു തവണ കൊണ്ട് തിരിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ വളവുകൾ ഈ പാതയിലുണ്ട്. ഓരോ വളവിലും ഡ്രൈവർമാർ പുലർത്തേണ്ട അതീവ ജാഗ്രത ഒന്ന് കുറഞ്ഞാൽ പോലും അപകടമുറപ്പാണ്. ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമായതിനാൽ ഇതുവഴി പോകുമ്പോൾ വന്യമൃഗങ്ങളെ കൂടി പേടിക്കേണ്ടതുണ്ട്. രാത്രികാലങ്ങളിലും പുലർച്ചെയും കാട്ടാനകളുടെ സാന്നിധ്യവും ഇവിടെ പതിവാണ്. ജനവാസമില്ലാത്ത ഈ മേഖലയിൽ അപകടം നടന്നാൽ സഹായം എത്താനും വൈകും. കളിച്ചിരികളോടെ മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിൽ നിന്നും പുറപ്പെട്ട ആ വിനോദയാത്ര ഇത്രമേൽ വലിയൊരു നോവായി മാറുമെന്ന് ആരും കരുതിയതല്ല. അതിരപ്പള്ളിയുടെ വന്യഭംഗിയും വാഴച്ചാലിന്റെ കുളിർമയും ഒക്കെ ആസ്വദിച്ച് മലക്കപ്പാറയിലൂടെ കാനനപാതയിലൂടെ വാൽപ്പാറ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സംഘം. അധ്യാപകരും മക്കളും സ്കൂളിലെ പാചകക്കാരിയും അടങ്ങുന്ന സംഘത്തിന്റെ യാത്ര ഒടുവിൽ ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി പലരുടെയും മരണയാത്രയായി അവസാനിച്ചു. യാത്രയുടെ തുടക്കത്തിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും അവർ പകർത്തിയ ചിത്രങ്ങൾ ഇപ്പോൾ സങ്കടകരമായ ഓർമ്മകളായി അവശേഷിക്കുകയാണ്. കാടിന്റെ മനോഹാരിതയും വാൽപ്പാറയിലെ 40 ഹെയർപിൻ വളവുകളും കടന്ന് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കൊടും വളവിൽ നിയന്ത്രണം വിട്ട വാഹനം അഗാധമായ താഴ്ചയിലേക്ക് പതിച്ചതോടെ ആ നാടിന്റെ പ്രതീക്ഷകളാണ് തകർന്നു വീണത്. പാങ് പള്ളിപ്പറമ്പ് LP സ്കൂളിലും ആ നാടിനും ഇനി അധ്യാപകരും അവരുടെ പ്രിയപ്പെട്ട ഒരു നോവാർന്ന ഓർമ്മ മാത്രം. വേനലധികാലവും വിഷുവും പ്രമാണിച്ച് കിട്ടിയ ഒഴിവുവേള ആസ്വാദികരമാക്കാൻ അധ്യാപകർ നടത്തിയ യാത്രയായിരുന്നു ഇത്. കൂട്ടത്തിൽ ഒരു അധ്യാപിക മാത്രമാണ് വ്യക്തിപരമായ കാരണങ്ങളാൽ പോവാതിരുന്നത്. അവരുടെ വാക്കുകളിൽ ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 9 മലയാളികളുടെയും പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മലപ്പുറം പാങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപിക പാലൂർ പരുത്തിയിൽ അജിത, അധ്യാപികമാരായ സുഹറ, ആശ, ഷക്കീല, കൂടാതെ റംല, മജീദ്, സജിദ, റുക്കിയ, ഹിഷാം എന്നിവരാണ് മരിച്ചത്. മരിച്ചവരിൽ മിക്കവരും സ്കൂളിലെ ജീവനക്കാരും അടുത്ത ബന്ധുക്കളുമൊക്കെയാണ്. അപകടത്തിൽ പരിക്കേറ്റ മസ്നീൻ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ, നൌഷാദ്, ഹഷീദ്, മുഹമ്മദ് ഹഫീസ് എന്നിവർ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവരെ കേരളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇനിയും ഇവർ അറിഞ്ഞിട്ടില്ല. സ്കൂൾ മുറ്റത്തെ കളിച്ചിരികളും അധ്യാപകരുടെ സ്നേഹപൂർണ്ണമായ ശാസനങ്ങളും ഇനി ആ നാട്ടുകാർക്ക് ഓർമ്മകളിൽ മാത്രം. വാൽപ്പാറ അപകടത്തിൽ മരിച്ച പാങ് GLP സ്കൂളിലെ പ്രധാന അധ്യാപിക അജിത പുലാമന്തോൾ പാലൂർ സ്വദേശിനിയാണ്. കഴിഞ്ഞ 2 വർഷമായി പാങ് സ്കൂളിന്റെ അമരക്കാരിയായിരുന്നു ടീച്ചർ. പരേതരായ K പത്മനാഭൻ നായർ, റിട്ടയർ അധ്യാപിക മീനാക്ഷിക്കുട്ടി എന്നിവരുടെ മകളാണ്. റിട്ടയർ സ്പിന്നിംഗ് മിൽ ഉദ്യോഗസ്ഥനായ ശിവരഘുവാണ് ഭർത്താവ്. എന്തായാലും ഒരുപാട് വേദനയും തീരാ ദുഃഖവും തന്നൊരു യാത്ര. 13ാം ഹെയർപിൻ വളവിൽ നിന്നും വീണ വണ്ടി 9ാം ഹെയർപിൻ വളവിലാണ് എത്തിപ്പെട്ടത്. ഈ 9ാം ഹെയർപിൻ വളവിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ആളുകൾ അത് പെട്ടെന്ന് കാണുകയും റേഞ്ച് കുറവായിരുന്നു, പരിമിതമായ സാഹചര്യങ്ങൾ ഉള്ളെങ്കിൽ പോലും അടിയന്തരമായി തന്നെ രക്ഷാദൗത്യം നാട്ടുകാരൊക്കെ ചേർന്ന് നടത്തി. അടിയന്തരമായി തന്നെ പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിൽ നിന്നും ആംബുലൻസുകൾ വരികയും ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകളെ അടിയന്തരമായി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്തായാലും 13 പേരുടെ യാത്രാ സംഘത്തിൽ 9 പേരും മരണപ്പെട്ടിരിക്കുന്നു. ഇവരുടെ വീടുകളിലേക്ക് ഇവരുടെ മൃതദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടെ പൊതുദർശനമുണ്ടാകും. ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ.